സോ ഫോർമുല 1 2026 സീസൺ തുടങ്ങാൻ വേണ്ടി ഇനി ഒരു 85-90 ദിവസം കൂടെ. ഈ ടൈമിൽ ടീംസ് അവരുടെ പുതിയ കാറുകൾ മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരിക്കും. ഡിസൈനിങ്ങും കൺസ്ട്രക്ഷനും, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ടൈപ്പ് ഓഫ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കാറുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് എൻജിനീയേഴ്സ്, അനലിസ്റ്റുകൾ, പിന്നെ മാനേജേഴ്സാണ്. അടുത്ത സീസണിലേക്ക് കൂടുതൽ ട്രാൻസ്ഫർ റൂമേഴ്സ് ഒന്നും ഇല്ല. എന്ന് പറഞ്ഞാൽ മിക്ക ഡ്രൈവേഴ്സും ആ സെയിം ടീമിൽ തന്നെ നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു പുതിയ ഡ്രൈവർ പുതിയൊരു ടീമിലേക്ക് വരുവാണെങ്കിൽ അവർ ആ ഡ്രൈവറിൻ്റെ ഷേപ്പിൽ ഒരു മോൾഡ് ക്രിയേറ്റ് ചെയ്യും സീറ്റിന് വേണ്ടിയുള്ളത്. എന്നിട്ട് മൊത്തത്തിൽ ആ കാറിൻ്റെ ഇൻറ്റീരിയറും ആ കാറിൻ്റെ കംപ്ലീറ്റ് ഡൈനാമിക്സ് ആ ഡ്രൈവറിൻ്റെ രീതിയിലേക്ക് മാറ്റും. അതുമാത്രമല്ല, അടുത്ത വർഷം കംപ്ലീറ്റ് റെഗുലേഷൻസ് മാറ്റുവാണ്. കാറിൻ്റെ ഡിസൈനിങ്ങിനൊക്കെ മേജറായിട്ടുള്ള ചേഞ്ച് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ടീംസിലെ എഞ്ചിനീയേഴ്സും അനലിസ്റ്റുകളും ഇതിലെ ടെക്നീഷ്യൻസും എല്ലാം നല്ല പണിയിലാണ്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് കാഡിലാക് F1 ടീമാണ്. അവരുടെ പുതിയ ടീമാണ്, അവരുടെ പുതിയ ഡ്രൈവേഴ്സാണ് രണ്ടുപേരും. അവർ സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്തുകൊണ്ട് വരുവാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ അപ്ഡേറ്റ്സ് ഓൺ F1. ബൈ.